യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കും. വയുസ്ബിത്, ഉദ്ദേശിക്കുന്നവ സ്ഥിരപ്പെടുത്തും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അല്ലാഹുവിന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ് അഥവാ മൂലഗ്രന്ഥം, അല്ലെങ്കിൽ ഏറ്റവും ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശിക്കുന്നത്, അതുള്ളത് അല്ലാഹുവിന്റെ അടുക്കലാണ്. അഥവാ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഖദറുകളിൽ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റം സംഭവിപ്പിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇത് നമ്മൾ വല്ലാതെ ആഴത്തിൽ തലമുഖം നമുക്ക് എവിടെ എത്താൻ പറ്റൂല. അപ്പോൾ മനസ്സിലാകുന്നത് എന്താണോ അത് കുറച്ച് മനസ്സിലാക്കുക, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിനോട് തസ്ലീം നടത്തുക, അതിൽ തൃപ്തിപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അംഗീകരിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മളിപ്പോൾ വായിക്കുന്നത് ബാബു ഈമാൻ ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാൻ, വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചത്. അപ്പൊ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓരോ വർഷത്തിലും രേഖപ്പെടുത്തി വെക്കുന്ന ഖദർ അഥവാ ലൈലത്തുൽ ഖദറിൽ മലായിക്കത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഖദറുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് കൊടുത്തിട്ടുള്ള അഥവാ അതിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള അവസാനത്തെ ഒരു സംഭവമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ സമറത്തുകൾ ഷെയ്ഖ് വേറെ പറയുന്നുണ്ട്. ഈ കിതാബിലെ 48ാമത്തെ ഹദീസ്. وعن ابن عباس رضي الله عنهما قال, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നല്ലാഹ ഖലഖ ലൗഹൻ മഹ്ഫൂദൻ മിൻ ദുർറത്തി ബൈളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹൽ മഹ്ഫൂദിനെ സൃഷ്ടിച്ചു. മിൻ ദുർറത്തിൻ ബൈളാ, ദുർറത്ത് എന്ന് പറഞ്ഞാൽ ലുഅ്ലു എന്നുള്ള അർത്ഥം, പവിഴന്നോ മുത്തെന്നോ പറയുന്ന അർത്ഥം. വെള്ള ആ മുത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ദഫ്ഫതാഹു മിൻ യാഖൂതിഹി ഹംറാ, അതിന്റെ പുറംഭാഗം അത് സൃഷ്ടിച്ചിട്ടുള്ളത് മാണിക്യം കൊണ്ടാണ്, ചുവപ്പ് നിറമുള്ള മാണിക്യം കൊണ്ടാണ്. ഖലമുഹു നൂറുൻ, അതിലെഴുതുന്ന പേന പ്രകാശമാണ്. കിതാബുഹു നൂറുൻ, അതിന്റെ എഴുത്ത് അല്ലെങ്കിൽ അതിന്റെ കിതാബ് എന്നുള്ളത് നൂറാണ്, പ്രകാശമാണ്. പ്രകാശം കൊണ്ടുള്ളതായിരിക്കാം ഈ പ്രകാശം. അർളുഹു മാ ബൈന സ്സമാഇ വൽ അർദ്, അതിന്റെ വീതി, ലൗഹുൽ മഹ്ഫൂദിന്റെ വീതി ആകാശഭൂമികളോളം വിശാലമായ വീതിയാണ് അതിനുള്ളത്. യൻദുറു ഫീഹി കുല്ല യൗമിൻ 360 നദറ, അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും 360 തവണയോളം നോക്കും. ഫഫീ കുല്ലി നദറത്തിൻ മിൻഹാ യഖ്ലുഖു വയർസുഖു വയുഹ്യി വയുമീത്, അതിലേക്കുള്ള ഓരോ നോട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തും, റിസ്ഖ് നൽകൽ, ഉപജീവനം നൽകൽ നടത്തും. യുഹ്യി, ജീവിപ്പിക്കും. യുമീത്ത്, മരിപ്പിക്കും. വയുഇസ്സു വയുദില്ലു, ആർക്കെങ്കിലും പ്രതാപം കൊടുത്ത് ഉയർത്തും അല്ലെങ്കിൽ തരം താഴ്ത്തും. വയഫ്അലു മാ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. ഫദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളിലാണ്. റവാഹു അബ്ദുർ റസാഖ് വഇബ്നുൽ മുൻദിർ വത്തബ്റാനി വൽ ഹാക്കിം, ഉദ്ധരിക്കപ്പെട്ടത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലാണ്, അഥവാ ലൗഹുൽ മഹ്ഫൂദിന്റെ സിഫത്ത്.
ലൗഹുൽ മഹ്ഫൂദ് നമ്മൾ പറഞ്ഞിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അതാണ് ലൗഹുൽ മഹ്ഫൂദ്. മലയാളത്തിൽ അതിന് എന്താണ് സംരക്ഷിത ഫലകം എന്നെല്ലാം പറയാറുണ്ട്. അപ്പൊ അതിന്റെ സിഫത്തുകളാണ് പറഞ്ഞത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ള നിറത്തിലുള്ള പവിഴം കൊണ്ടാണ്. അതിന്റെ ചട്ട എന്നുള്ളത് ചുവപ്പ് നിറമുള്ള മാണിക്യം കൊണ്ടാണ്. അതുപോലെ തന്നെ എഴുത്ത് നൂറാണ്, പ്രകാശമാണ്. അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമുള്ളതാണ്. അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അതിലേക്ക് 360ഓളം തവണ അതിലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് നോക്കുന്നുണ്ട്. ഇത് ഒരു ഖദറാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അല്ലാഹു തആല സൃഷ്ടിപ്പ്, റിസ്ക് നൽകല്, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും തീരുമാനിക്കുന്നുണ്ട്. ഈ ഖദറിനാണ് തഖ്ദീറുൽ യൗമി എന്ന് പറയുന്നത്. ഓരോ ദിവസത്തിനുള്ള ഖദർ. കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ ഓരോ വർഷത്തിലുള്ള എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തഖ്ദീറുസ് സനവി അല്ലെങ്കിൽ തഖ്ദീറുൽ ഹൗലി എന്നാണ് അതിന് പറയാം. ഒരു വർഷത്തിലുള്ള ഖദർ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഖദറുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത്, ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട വിഷയം ലൗഹുൽ മഹ്ഫൂദിന്റെ സിഫത്തുകളും തഖ്ദീറുൽ യൗമി, ഈ ആയത്തിനെ കുല്ല യൗമിൻ ഹുവ ഫി ശഅൻ എന്നുള്ള ആയത്തിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്യുകയാണ് ഈ ഹദീസിലൂടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാക്കുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച വാക്കുകളായിരിക്കും. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നത്, നാം ഇത്ര ഹദീസുകളിലൂടെ മനസ്സിലാക്കിയ ഖദറിലുള്ള ഈമാനിന്റെ മൊത്തം കാര്യങ്ങൾ എന്തൊക്കെ തരത്തിലാണ്, ഇനങ്ങളാണ് എന്ന് ചുരുക്കി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഷിഫാഉൽ അലീൽ ഫിൽ ഖളാഇ വൽ ഖദ്രി എന്നുള്ള ആ കിതാബിൽ പറയുന്ന ഒരു വാചകം, ഖദറിന്റെ വ്യത്യസ്ത ഇനങ്ങളെ ചേർത്തി പറയുന്നതാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിക്കാം. قال ابن القيم رحمه الله ابن القيم رحمه الله പറഞ്ഞു, لما ذكر هذه الاحاديث وما في معناها, ഈ ഹദീസുകളെ പറഞ്ഞതിന് ശേഷം, അഥവാ ഈ ഹദീസിന്റെയും ഇപ്പൊ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 2 ദർസുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസുകളെയും അതിന്റെ അർത്ഥങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, വഖാല ഫഹാദാ തഖ്ദീറുൻ യൗമിയ്യുൻ. ഇപ്പോൾ അവസാനം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഓരോ ദിവസവും ചെയ്യുന്നത്, ആ ഖദറാണ് തഖ്ദീറുൻ യൗമിയ്യുൻ, ഓരോ ദിവസത്തിൽ സംഭവിക്കുന്ന ഖദർ. വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ ഹൗലിയ്യുൻ, അതിന് മുൻപുള്ള ഹദീസിൽ, അഥവാ കഴിഞ്ഞ ദർസിൽ നാം അവസാനം പറഞ്ഞ ഹദീസ്, ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട ഹദീസ്, അതാണ് തഖ്ദീറുൻ ഹൗലിയ്യുൻ അല്ലെങ്കിൽ സനവിയ്യുൻ എന്ന് പറയുന്നത്, വർഷത്തിലുള്ള ഖദർ. വല്ലദീ ഖബ്ലഹു, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ തഖ്ദീറുൻ ഉംരിയ്യുൻ ഇൻദ തഅല്ലുഖിൻ നഫ്സ് ബിഹി, തഖ്ദീറുൻ ഉംരിയ്യുൻ, അതിന് തൊട്ടു മുമ്പുള്ള ഹദീസിൽ നമ്മൾ പറഞ്ഞ ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഭവമാണ്. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു, ഗർഭപാത്രത്തിൽ 120 ദിവസം കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ രേഖപ്പെടുത്തലുണ്ട്. ആ ഖദറിന് പറയുന്ന പേരാണ് തഖ്ദീറുൻ ഉംരിയ്യുൻ. അതേ പേര് തന്നെയാണ് അതിനു മുൻപ് പറഞ്ഞൊരു ഹദീസ് ഉണ്ടായിരുന്നു. ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് 40-45 ദിവസങ്ങൾക്ക് ശേഷം രേഖപ്പെടുത്തുന്ന ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന ഹദീസ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. 45 ദിവസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു മലക്ക് വരും, എന്നിട്ട് ചോദിക്കും ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ള, ഷഖിയും സഈദും ആണോ എന്നുള്ള ചോദിക്കുന്ന അതിന് പറയുന്ന പേരാണ് തഖ്ദീർ ഉംരിയ്യുൻ. അപ്പൊ ഈ 2 എഴുത്തുകൾ, അഥവാ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചിട്ട് 40-45 ദിവസം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു എഴുത്ത്, അത് കഴിഞ്ഞ് 120 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന എഴുത്ത്. നാം പറഞ്ഞിരുന്നു ഈ 40-45 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന എഴുത്തിൽ എന്തുണ്ടാവില്ല, പിന്നെ മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നുള്ളത്. എന്നാൽ അതിനുശേഷം വരുന്ന എഴുത്ത്, 120 ദിവസത്തിന് ശേഷം വരുന്ന എഴുത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് രണ്ടും ഒന്നാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണ്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ ഈ രണ്ടാമത്തെ എഴുത്തിന് മാറ്റം സംഭവിക്കില്ല എന്ന് പറഞ്ഞു, രണ്ടും ഒന്നിൽ പെട്ടതാണ്. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അഭിപ്രായപ്പെടുന്നത് അത് രണ്ടും രണ്ടാണ് എന്നുള്ള നിലക്കാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓരോ ദിവസത്തിലെ പറഞ്ഞു, വർഷത്തിലെ പറഞ്ഞു, ഗർഭപാത്രത്തിൽ 120ാമത്തെ ദിവസത്തിൽ, അതിനു മുമ്പുള്ള 40-45 ദിവസത്തിലുള്ള, ഇതാണ് നാം പറഞ്ഞത്.
വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ സാബിഖുൻ അലാ വുജൂദിഹി. അതിനു മുമ്പ് പറഞ്ഞു മനുഷ്യൻ ജനിച്ചു വീഴുന്നതിന് മുമ്പുള്ള ഒരു ഖദർ പറഞ്ഞു. പക്ഷേ ലാകിൻ ബഅദ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം. അതേതാണ് സംഭവം? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് രണ്ടു കൂട്ടര് പുറത്തേക്ക് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്ത്? ഹൗലായി ഫിൽ ജന്ന ഹൗലായി ഫിന്നാർ. അതൊരു ഖദറാണ്. അതാണ് എന്ത്? സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപുള്ളത്. പക്ഷെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷമുള്ളതും. അതിനു മുമ്പ് പറഞ്ഞ വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ സാബിഖുൻ അലാ ഖൽഖിസ് സമാവാതി വൽ അർദ് ബി50,000 സന. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഖദർ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഖദർ. അപ്പൊ എത്ര പറഞ്ഞു? ഇതാണ് ഖദറിന്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിപ്പിന് ശേഷം അർവാഹുകളെ സൃഷ്ടിച്ച് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് രണ്ടു കൂട്ടരെ, ഒരു കൂട്ടരെ സ്വർഗാവകാശികളായിട്ടും നരകാവകാശികളായിട്ടും തീരുമാനിച്ച ഖദർ. മൂന്നാമത്തേത്, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നുത്ഫ അല്ലെങ്കിൽ മഞ്ഞി എന്നുള്ള അവസ്ഥയിൽ തന്നെ ഒരു ഗർഭപാത്ര പ്രവേശനം 40-45 ദിവസത്തിന് ശേഷം രേഖപ്പെടുത്തി വെക്കുന്ന ഖദർ. ഇതൊക്കെ ഹദീസുകൾ പറഞ്ഞതാണ്. നാലാമത്തേത് 120 ദിവസങ്ങൾക്ക് ശേഷം, അഥവാ 40 എന്നുള്ള ദിവസങ്ങൾ ശേഷം ഇബ്നു അസ്വർ റളിയല്ലാഹുവിന്റെ ഹദീസ് അവിടെ രേഖപ്പെടുത്തിയിരുന്ന ഖദർ. അഞ്ചാമത്തേത് നമ്മൾ എന്ത് പറഞ്ഞു? ഓരോ വർഷത്തിലും ലൈലത്തുൽ ഖദർ നടക്കുന്ന ഖദർ. ആറാമത്തേത് എന്ത് പറഞ്ഞു? ഓരോ ദിവസത്തിലും നടക്കുന്ന ഖദർ. ഇങ്ങനെ 6 ഇനത്തിലാണ്. ചില പണ്ഡിതന്മാർ നാം പറഞ്ഞ ഈ ഗർഭപാത്രത്തിൽ നടക്കുന്ന രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിട്ട് 5 എന്നുള്ള എണ്ണത്തിലും പറയാറുണ്ട്. ഇതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ പറയാണ്. ഈ ഖദറുകളിൽ മാറാത്തവയുമുണ്ട്, മാറുന്നവയുമുണ്ട്. അതായത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തല്ല, ഒരിക്കലും അതിനൊരു മാറ്റം സംഭവിക്കുകയില്ല. അതിനൊരിക്കലും ഒരു മാറ്റം സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്നുള്ള തീരുമാനത്തിലും മാറ്റം സംഭവിക്കുന്നില്ല. മൂന്നാമത്തെ, നുത്ഫയായിരിക്കുമ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, അതിലും എന്താവില്ല. ആ ഹദീസ് പറയുമ്പോൾ പറഞ്ഞു ഏടുകൾ മടക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലും മാറ്റം സംഭവിക്കുകയില്ല. അതിനുശേഷമുള്ള 120ാമത്തെ ദിവസം മലക്കി രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങൾ, ഈ 2 ഹദീസുകളെയും ഒന്നാണ് എന്ന് പറഞ്ഞ, അതൊരു കിതാബാണ് പറഞ്ഞ പണ്ഡിതന്മാർ രണ്ടിനും മാറ്റം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തവർ അവിടുന്ന് മുതലുള്ള ഖദറുകളിൽ എന്ത് സംഭവിക്കാം? മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. അഥവാ അത് മലക്കുകളുടെ ഇൽമാണ്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വർഷത്തിലാവട്ടെ അല്ലെങ്കിൽ ഈ യൗമി എന്നുള്ളതിലും മാറ്റം വരില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അത് അപ്പോൾ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ്. അതിനു മുമ്പുള്ള ഈ വർഷത്തിലെയും അതുപോലെ ഗർഭപാത്രത്തിലെയും ഈ എഴുത്ത് 120ാമത്തെ ദിവസത്തിലുള്ള എഴുത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തും. പിന്നീട് അവന്റെ അമലുകളിൽ എന്തെങ്കിലും വർധനം, അഥവാ ഉദാഹരണത്തിന് കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആയുസ്സിൽ വർധനവുണ്ടാകുമെന്ന് ഹദീസ് കാണാം. അപ്പോൾ ഒരാൾ ധാരാളമായി കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു 2 രീതിയിലാണ്. ഒന്നെങ്കിൽ അവന്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകും, അതല്ല എങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് രേഖപ്പെടുത്താൻ പറഞ്ഞ അജറിനേക്കാളും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. അത് മലായിക്കത്തുകളുടെ അടുത്തുള്ള ഇൽമാണ്. അത് വർഷത്തിലെയും ഇതും ഞാൻ മുമ്പേ പറഞ്ഞു. മറ്റേ 2 കിതാബുകൾ ഒന്നാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മാറ്റം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയുള്ളവരാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ വർഷത്തിലെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അഥവാ ഖദറിന്റെ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലൊക്കെ എല്ലാം. അതല്ലാതെ മലായിക്കത്തുകളുടെ ഇൽമ് രേഖപ്പെടുത്തി വെക്കാൻ പറയുന്നതുണ്ട്. ഇതിൽ മലായിക്കത്തുകളുടെ ഇൽമിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് മാറ്റം വരുത്തും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള എഴുത്തുകൾ ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അതാണ് ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പല ആളുകളും ചോദിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു ദുആവുമായി ബന്ധപ്പെട്ട്. പലരും കേട്ടിട്ടുള്ള ഹദീസുകളാണ് ദുആ ഖദറിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ ഒരാളുടെ ദുആ ഉയരുകയും ഖദറും തമ്മിൽ ആകാശത്തിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടൽ നടക്കുന്ന അവസ്ഥയുണ്ടാവും. ഏതാണോ ശക്തി കൂടുന്നത്
അത് ജയിക്കും എന്നുള്ള രീതിയിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതായത് മലക്കുകളുടെ ഇൽമ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒരടിമ അവന്റെ ദുആ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആ കാര്യത്തിൽ മാറ്റം സംഭവിക്കാം. പക്ഷേ ഈ അടിമ ദുആ ചെയ്യുമെന്നും ഇതിൽ മാറ്റം വരുമെന്നുമുള്ളത് എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും? ലഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ള ഏറ്റവും ആദ്യത്തെ കിതാബ് ഖദർ ആയിട്ടുള്ള ലഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യും, ഇവന്റെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ദുആ ചെയ്യും, ഇതിൽ മാറ്റം വരുത്തും. ബാക്കിയുള്ള മലക്കുകളുടെ ഇൽമുകൾ മാത്രമാണ് അതിലെന്തെങ്കിലും മാറ്റം വരിക എന്നുള്ളത്. സൂറത്തു റഅദിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കും. വയുസ്ബിത്, ഉദ്ദേശിക്കുന്നവ സ്ഥിരപ്പെടുത്തും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അല്ലാഹുവിന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ് അഥവാ മൂലഗ്രന്ഥം, അല്ലെങ്കിൽ ഏറ്റവും ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശിക്കുന്നത്, അതുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അഥവാ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഖദറുകളിൽ മാറ്റം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റം സംഭവിപ്പിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇത് നമ്മൾ വല്ലാതെ ആഴത്തില് തല പുകഞ്ഞ് നമുക്ക് എവിടെ എത്താൻ പറ്റൂല. അപ്പൊ മനസ്സിലാകുന്ന എന്താണോ അത് കുറച്ച് മനസ്സിലാക്കുക, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിനോട് തസ്ലീം നടത്തുക, അതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഖദറുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. ഖദറിന്റെ അടിസ്ഥാനമായിട്ടുള്ള 4 കാര്യങ്ങൾ എന്താണ്? ഇൽമ്, കിതാബത്ത്, മശീഅത്ത്, ഖൽഖ്. അള്ളാഹുവിന്റെ ഇൽമ് എല്ലാത്തിനെയും മുൻകടന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങൾ, നാം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖദറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഖദറിന്റെ കിതാബത്തിന്റെ ഇനങ്ങളും മറ്റുമെല്ലാം നമ്മൾ ഈ പറഞ്ഞത് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിന്റെ പൂർണ്ണതയും അള്ളാഹുവിന്റെ കഴിവിന്റെ പൂർണ്ണതയുമാണ്. കാരണം അള്ളാഹുവിന്റെ ഖുദ്റത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരു കാര്യവും ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് മനുഷ്യബുദ്ധിക്ക് സാധിക്കൂല. ഇപ്പൊ അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ വഹിക്ക്, അള്ളാഹുവിന്റെ ചിരി, അള്ളാഹുവിന്റെ കരം, യദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഐന്, അള്ളാഹുവിന്റെ കണ്ണുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെ മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുക? സാധിക്കില്ല. മനുഷ്യൻ അതിനുള്ള ബുദ്ധിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം നിസ്സാരമായ സൃഷ്ടികൾക്ക് എങ്ങനെയാണ്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഖദറിന്റെ 6 ഇനങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വകുല്ലു വാഹിദിൻ മിൻ ഹാദിഹി തഖാദീരി കതഫ്സീൽ മിൻ തഖ്ദീരി സാബിഖ്. ഈ ഓരോ പറഞ്ഞ ഖദറിനും അതിന് മുമ്പ് പറഞ്ഞ ഖദറിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ വർഷത്തിനുള്ളത് ഓരോന്ന് ആ ഗർവാത്തത്തിൽ ഓരോന്നും പ്രത്യേകമായിട്ട് തന്നെ വ്യത്യസ്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. വഫീ ദാലിക ദലീലുൻ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാ കമാലി ഇൽമി റബ്ബി വഖുദ്റതിഹി വഹിക്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ ഇൽമും അല്ലാഹുവിന്റെ ഖുദ്റത്തും അല്ലാഹുവിന്റെ ഹിക്മത്തുമാണ്. വസിയാദതി തഅരീഫിഹി അൽ മലായികത വഇബാദുഹു അൽ മുഅ്മിനീന ബിനഫ്സിഹി വഅസ്മാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിലെല്ലാമുള്ള വർദ്ധനമാണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ثم قال, മലായികത്തുകളെ കുറിച്ചും ثم قال, എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, فاتفقت هذه الاحاديث ونظائرها على ان القدر السابق لا يمنع العمل. ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദർ ഒരിക്കലും അമലിനെ തടയുന്നില്ല. നാം പറഞ്ഞ ഹദീസുകളിലൊക്കെ പ്രത്യേകം പറഞ്ഞ കാര്യം അമല് ചെയ്യണം എന്നുള്ളതാണ്. വലാ യൂജിബു അൽ ഇത്തിഖാല അലൈഹി, പിന്നെ എന്താവൂല, പിന്നെ ഈ ഖദറിന്റെ മേലെ മാത്രം ആശ്രയിക്കാനും പാടില്ല. ബൽ യൂജിബുൽ ജിദ്ദ വൽ ഇജ്തിഹാദ്, എന്നാൽ നിർബന്ധമാകുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അമലിൽ കഷ്ടപ്പെടുക, അല്ലെങ്കിൽ അമലിൽ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. വലിഹാദാ ലമ്മാ സമിഅ ബഅദു സ്വഹാബത്തി ദാലിക്, അതിനാലാണ് ഈ ഖദറിനെ സംബന്ധിച്ച് കേട്ട സമയത്ത് സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞത്, ഖാല മാ കുൻതു ബി അശദ്ദ ഇജ്തിഹാദൻ മിന്നി അൽആന, ഞാനായിരിക്കും ഏറ്റവും നല്ല കഠിനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അമാലുകൾ ചെയ്യുന്നത്. മുൻഗാമികൾ സ്വഹാബാക്കൾ ഈ ഹദീസുകൾ കേട്ടപ്പോ
മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലുകളാണ് ഒരുത്തനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മോശമായ അമലുകളാണ് ഒരുത്തനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, അതിനുള്ള കാരണങ്ങളാകുന്നത് എന്നാണ്. അബൂ ഉസ്മാൻ നഹ്ദി സൽമാൻ സലഫുകളിൽ രണ്ടുപേരുണ്ടായ സംസാരത്തിൽ പറയുന്നതാണ്, ഈ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് എനിക്ക് രണ്ടാമത്തേതിനേക്കാൾ. അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിലേക്ക് എത്താനുള്ള കർമ്മങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാന ഫറഹു ബിസ്സാബിഖതി അല്ലതി സബഖത് ലഹു മിൻ അല്ലാഹി അഅളമ മിൻ ഫർഹിഹി ബിൽ അസ്ബാബി അല്ലതി തഅതി ബിഹാ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയാണ് സ്വർഗത്തിലേക്ക്, നല്ല മരണത്തിലേക്ക്, അതിലേക്ക് എത്തുമെന്നുള്ള ആ തീരുമാനമാണ് അതിലേക്ക് എത്താൻ ഉള്ള കർമ്മങ്ങൾ, അസ്ബാബുകൾ വരുമ്പോൾ ഉള്ളതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത്. ആദ്യത്തെ തീരുമാനം എന്താണ്? ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിലുള്ളതാണ്. അതാണ് അതിലേക്കുള്ള കർമ്മങ്ങൾ വരുന്നതിനേക്കാൾ, സബബുകൾ വരുന്നതിനേക്കാൾ സന്തോഷം നൽകുന്ന കാര്യം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖദറിൽ മനസ്സിലാക്കുക, വിശ്വാസം ശരിയാവുക എന്നുള്ള വലിയൊരു തൗഫീഖ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാവുന്ന മാറ്റം, അവൻ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ സാധിക്കും. കാരണം അവന് ബോധ്യപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്റെ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് മുഖ്തള, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുക. അപ്പൊ അതിൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, എന്ത് ഞെരുക്കം വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ച് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഉറച്ച ബോധവും അവന് ലഭിക്കും. അപ്പൊ ഇതാണ് ഖദർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഖദറിന്റെ 5 ഇനങ്ങളും നമ്മൾ പറഞ്ഞു. കിതാബത്തിന്റെ ദുആവുമായി ബന്ധപ്പെട്ട ഖദറിന്റെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ പഠിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. ഇനി ശൈഖ് അടുത്ത ഹദീസിൽ അല്ലെങ്കിൽ അടുത്ത സംഭവങ്ങളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ, ഈ ഖദറിലുള്ള വിശ്വാസം ശരിയായ രീതിയിലായാൽ ഒരുത്തനുണ്ടാകുന്ന സമറത്ത്, അതുകൊണ്ടുള്ള നേട്ടമാണ് ഷെയ്ഖ് പറയുന്നത്. 49ാമത്തെ ഹദീസ് കിതാബിലെ വഅനിൽ വലീദ് ഇബ്നു ഉബാദത ഇബ്നു സാമിത്, സഹാബിയായിരുന്ന ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വലീദിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ദഖൽതു അലാ അബി വഹുവ മരീദുൻ അതഖായലു ഫീഹി അൽ മൗത. ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് ചെന്നു. ഉപ്പ രോഗിയാണ്. ഉപ്പ മരണം പ്രതീക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബത, എന്റെ ഉപ്പ, ഔസിനി വജ്തഹിദ് ലി, എന്നെ ഉപദേശിക്കണം, എനിക്കെന്തെങ്കിലും ഉപദേശങ്ങൾ തരണം, എന്റെ മേലെ എന്തെങ്കിലും കൽപ്പിക്കണം അല്ലെങ്കിൽ നിർദ്ദേശിക്കണം എന്നുള്ള നിലക്ക് പറഞ്ഞു. കാരണം നമുക്കറിയാം, മരണസമയത്ത് ഉലമാക്കളിൽ നിന്നും അല്ലെങ്കിൽ നല്ല സ്വാലിഹ്യങ്ങളായ പിതാക്കളിൽ നിന്നെല്ലാം മക്കളും വിദ്യാർത്ഥികളും എന്ത് ചെയ്യും? ഒരു വസിയത്ത് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ ഉപദേശിക്കാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ച അവസാന സമയത്ത് പറയാണ്, വസിയത്ത് കൊടുക്കുകയാണ്, യാ ബുനയ്യ, യാ ബനിയ്യ, എന്റെ മക്കളെ, ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്ത എന്നാണ് ദീന്, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു. ഫഖാല, അപ്പൊ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ലിസൂനി, വേറെയും ആളുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ ഇവിടെ എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഫലമ്മാ അജ്ലസൂ, അങ്ങനെ അവരിരുന്ന സമയത്ത് ഖാല, പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മകനെ, ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ, നീ ഒരിക്കലും തന്നെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുകയില്ല. വലൻ തബ്ലുഗ ഹഖീഖത്തൽ ഇൽമി ബില്ലാഹി തബാറക വ തആല, നീ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമിന്റെ ഹഖീഖത്തിൽ എത്തുകയുമില്ല, അതിലെത്തുകയുമില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിൽ
വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ ഖൈരിഹി വശർരിഹി, അതിന്റെ ഖൈറിലും അതിന്റെ ഷർറിലും. ഖുൽതു, അപ്പോ മകൻ ചോദിക്കുകയാണ്, യാ അബത, എന്റെ ഉപ്പ, വകൈഫ ലീ അൻ അഅലമ മാ ഖൈറുൽ ഖദരി വശർറുഹു, എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഖദറിന്റെ ഖൈർ എന്താണ് ഷർർ എന്താണ് എന്നുള്ളത്? ഖാല, അപ്പോ ഉപ്പ പറയാണ്, തഅലമു അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നീ മനസ്സിലാക്കേണ്ടത് അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യം, നിനക്ക് ലഭിക്കാതെ പോയ അല്ലെങ്കിൽ നിനക്ക് സംഭവിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം, ലം യകുൻ ലിയുസീബക, അത് നിനക്ക് ബാധിക്കാനുള്ള ഒരു കാര്യമേ അല്ല. എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കാനുള്ള കാര്യമേ അല്ല. വമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ വിട്ടുപോകാനുള്ള കാര്യമല്ല. എന്തെങ്കിലും സംഭവിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് സംഭവിക്കാനുള്ളതുമല്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വിട്ടുപോകാനുള്ളതുമല്ല. യാ ബുനയ്യ, എന്റെ മകനെ, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ അവ്വല മാ ഖലഖ അല്ലാഹു അൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പേനയെ സൃഷ്ടിച്ചു. അപ്പോൾ ഖാല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഉക്തുബ്, എഴുതാൻ പറഞ്ഞു. ഫജറാ ഫീ തിൽക അസ്സാഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ആ പേന അങ്ങനെ എഴുതാൻ തുടങ്ങി അന്ത്യനാൾ വരെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അതെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു ആ സമയത്ത്. യാ ബുനയ്യ, എന്നിട്ട് മകനോട് ചേർന്ന മകനെ, ഇമ്മിത്ത വലസ്ത അലാ ദാലിക ദഖൽത അന്നാർ, നീ ഇതിലല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഈ വിശ്വാസത്തിലല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ദഖൽത അന്നാർ, നരകത്തിൽ പ്രവേശിക്കും. റവാഹു അഹ്മദ്, അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. നമ്മുടെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. ഈമാൻ കാര്യം അതില്ലാതെ പൂർണ്ണമാവുകയില്ല. പ്രശസ്തമായ ഹദീസ് ജിബ്രീൽ എന്ന് നമ്മൾ പറയുന്ന ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് രണ്ടാളുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബസറയിൽ നിന്നോ മറ്റോ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവര് ഖദറിനെ നിഷേധിക്കുന്നവരാണ്, ഖദരിയാക്കളാണ്, ഖദർ ഇല്ല എന്ന് പറയുന്നവരാണ്, അവരെ കുറിച്ച് എന്താണ് പോലെ. ആ സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ജിബ്രീൽ എന്നുള്ള ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെന്ന്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ, അതിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന സമാധാനവും നമുക്ക് നൽകുന്ന ആശ്വാസവും നമുക്ക് നൽകുന്ന പ്രതീക്ഷയും വളരെ വലുതാണ്. അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഈ സഹാബി മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ആലോചിച്ച് നോക്കി. നീ എങ്ങനെയാണ് അതിന്റെ ഖൈറ് ഷർറ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? നിനക്ക് ലഭിക്കാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ നിനക്ക് നേടാതെ ഒരു കാര്യം, അല്ലെങ്കിൽ നിനക്ക് സംഭവിക്കാതെ പോയൊരു കാര്യം ഒരിക്കലും തന്നെ നിനക്ക് ബാധിക്കാവുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും. നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിട്ട ഒരു കാര്യം അതിന്റെ അടുത്തെത്തിയിട്ടുണ്ടാവും നമ്മൾ, എന്നിട്ടാണ് നമുക്ക് നഷ്ടപ്പെടുക. അല്ലെങ്കിൽ പെട്ടെന്നൊരു വാഹനാപകടത്തിൽ നിന്ന് നമ്മൾ ചില ഇതൊക്കെ കാണും, വണ്ടിയുടെ അടിയിലങ്ങോട്ട് പോയിട്ടുണ്ടാവും, എന്നിട്ട് അവിടെ വരുന്ന അവസ്ഥ. എന്തായിരുന്നാലും നമുക്ക് ബാധിക്കാത്ത, നമുക്ക് ലഭിക്കാതെ പോയൊരു കാര്യം അത് നമുക്ക് വിധിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളുടെ പേരിൽ ആലോചിച്ച് ദുഃഖിച്ചിട്ടോ അതെനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടോ യാതൊരു ഉപകാരമില്ല. അതാണ് ഇതിന്റെ ഈമാനിന്റെ ഭാഗം. നമുക്ക് ലഭിക്കുന്ന സമാധാനം അത്ര വലുതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ നിരാശപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചതല്ല. അതുപോലെ തന്നെ നമുക്ക് ബാധിച്ചൊരു കാര്യം, നന്മയാവട്ടെ ദോഷമാവട്ടെ, നമുക്കൊരു രോഗം ബാധിച്ചു, ഇതെനിക്ക് ബാധിച്ചല്ലോ. അല്ലെങ്കിൽ നമുക്ക് വലിയ സമ്പത്തുകൾ ലഭിച്ചു, ഇതെനിക്ക് ലഭിച്ചല്ലോ. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ലഭിച്ചു, എന്ത് നന്മയായാലും തിന്മയായാലും ലഭിച്ചാൽ അതിനെ വിട്ടുപോകാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനങ്ങളാണ്. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ വലിയൊരു സമറത്ത്. അതിനാണ് നമ്മൾ ഖദറിന്റെ വിശ്വാസം ശരിയാക്കേണ്ടത്. നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നമുക്ക് ബാധിച്ചത് നമ്മെ വിട്ടു പോകാനുള്ളതല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനമാണത്. നമ്മളോട് നമ്മുടെ മാതാപിതാക്കളെക്കാൾ അല്ലെങ്കിൽ നമ്മെക്കാളും നമുക്ക് നമ്മുടെ സ്വന്തത്തിന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവൻ.
നമ്മെ സൃഷ്ടിക്കുന്നതിന്റെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് നമ്മെക്കുറിച്ച് എഴുതി വെച്ച് രേഖപ്പെടുത്തി വെച്ചവരാവണം അവൻ. നമുക്ക് ആവശ്യമായ ഉപജീവനവും ജീവിതവും നമുക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചവനാണ് അവൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം തീരുമാനിച്ച് സംഭവിച്ചാൽ നമ്മളെ വിട്ടുപോകാനുള്ള കാര്യമേ അല്ല. അതിനെ ഉൾക്കൊള്ളുക. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് എന്ത് നമുക്ക് ലഭിക്കുള്ളൂ. ഈ ഉപ്പ മകന് സ്വഹാബി ഉബാദത്തുൽ സാമിത്ത് റളിയല്ലാഹു അൻഹു മകന് പറഞ്ഞു കൊടുക്കുന്നത് തഅമുൽ ഈമാൻ, ഈമാനിന്റെ ആസ്വാദനം. ഈമാനിന്റെ ആസ്വാദനം ഉണ്ട്. അത് അധിക ഈമാനിന്റെ അത് ബോധ്യപ്പെട്ട ആളുകൾക്ക് അറിയൂ. ആ ആസ്വാദനം അത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഹഖീഖത്തുൽ ഇൽമി ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവിന്റെ യാഥാർത്ഥ്യം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലെ വിശ്വാസം ശരിയാവുന്നവനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലെ വിശ്വാസം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അടുത്ത ഹദീസ് 50-ാമത്തെ ഹദീസ്. وعن أبي خزامة عن أبيه رضي الله عنه قال, അബൂ ഖിസാമ എന്ന് പിന്നെ താബിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, സഹാബിയായിരുന്ന പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. സഹാബിയുടെ പേര് അല്ലാഹു അലം കൊടുത്തിട്ട് കാണാനില്ല. ഖുൽതു, അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ ഉപ്പ സഹാബിയാണ്. അദ്ദേഹം പറയാം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, അറഅയ്ത റുഖൻ നസ്തർഖീഹാ വദവാഅൻ നതദാവാ ബിഹി വതുഖാതൻ നത്തഖീഹാ ഹൽ തറുദ്ദു മിൻ ഖദരില്ലാഹി ശൈആ. ഈ സഹാബി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത റുഖൻ നസ്തർഖീഹാ, ഞങ്ങൾ ചെയ്യുന്ന റുഖിയ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള റുഖിയത്തു ശർഇയ്യ, ശർഇ അനുവദിക്കപ്പെട്ടിട്ടുള്ള റുഖിയകൾ, ഖുർആൻ കൊണ്ടും, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഅത്ത് ഇറക്കിയതാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും അസുഖങ്ങൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് ഖുർആൻ ശിഫാഉം റഹ്മത്തുമായിട്ടാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ, മുഅ്മിനീങ്ങൾക്ക് നേർമാർഗ്ഗവും ശിഫയും ഖുർആനിലുണ്ട്. അതുപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് വേറെയും കാണാം. അപ്പൊ അതുപോലെയുള്ള റുഖിയ കൊണ്ടുള്ള ചികിത്സകൾ അഥവാ ശർഇൽ അനുവദിക്കപ്പെട്ടത്. നമ്മൾ റുഖിയ ശിർക്കിയുണ്ട്, ശിർക്കുമായി ബന്ധപ്പെട്ട ശൈത്താനിന്റെയും ജിന്നിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് നടത്തുന്ന റുഖിയകൾ, അത് ശിർക്കിയായിട്ടുള്ള റുഖിയാണ്. അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ജാഹിലിയ കാലത്ത് റുഖിയ ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ പറ്റിയിട്ട് അത് ശിർക്കുണ്ടോ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ സ്വഹാബി ചോദിക്കുന്നത്, ഞങ്ങൾ അതുപോലെയുള്ള റുഖിയകളൊക്കെ ചെയ്യുന്നതോ വദവാഅൻ നതദാവാ ബിഹി, ഞങ്ങൾ ചികിത്സ ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ ചെയ്യുന്നതോ വതുഖാതൻ നത്തഖീഹാ, ഞങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംരക്ഷണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംരക്ഷണം ഒരുക്കുന്നതോ ഹൽ തറുദ്ദു മിൻ ഖദരില്ലാഹി ശൈആ, ഇതെങ്ങാനും അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് എന്തിനെങ്കിലും മാറ്റുമോ എന്ന് ചോദിക്കാം. അഥവാ ഒരാൾക്ക് രോഗം വന്നു, അപ്പൊ അതിന് ചികിത്സിച്ചു, അപ്പൊ അള്ളാന്റെ ഖദറിനെ മാറ്റുമോ? റുഖിയ അള്ളാന്റെ ഖദറിനെ മാറ്റുമോ? അതിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം വരുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും സംരക്ഷണം നോക്കി അത് പിന്നെ അള്ളാന്റെ ഖദറിനെ മാറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഹിയ മിൻ ഖദരില്ലാഹ്, അത് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ പെട്ട കാര്യമാണ്. റവാഹു അഹ്മദ് വ തിർമിദി വ ഹസനഹു, ഹസനായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിൽ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് റുഖിയ കൊണ്ടുള്ള ചികിത്സ, അതുപോലെ തന്നെ അല്ലെങ്കിൽ സാധാ മരുന്നുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ, തിബ്ബുൻ നബവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ തജ്രിബ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള പ്രകൃതിദത്തമോ അല്ലാത്തതോ ഹലാലായിട്ടുള്ള ചികിത്സകൾ, ഇതുപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കുന്നതോ അള്ളാഹുവിന്റെ ഖദറിനെ എന്തെങ്കിലും തടയുമോ അല്ലെങ്കിൽ ഖദറിനെ മാറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ റുഖിയയുടെ വിഷയം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ചികിത്സ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിനുള്ള ശിഫ ഇറക്കാതെ. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അതിൽ അറിഞ്ഞവൻ അതിനെ കുറിച്ച് അറിയുന്നു, അറിവില്ലാത്തവൻ അറിവില്ലാതെ യാകുന്നു. ഇവിടെ ഈ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമോ, അല്ലെങ്കിൽ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട്
ഖദറിൽ മാറ്റം വരുന്ന അവസ്ഥയുണ്ടാവും. ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനെ ആശ്രയിക്കുക എന്നുള്ളത് അത് വലാലത്താണ്, വഴികേടാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച പോലെ എനിക്ക് വരുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് ഒരു വലാലത്താണ്. അതുപോലെ അസ്ബാബുകളെ ആശ്രയിക്കുക എന്നുള്ളത് വേറെ വലാലത്താണ്. ഇത് ചെയ്താൽ എന്തായാലും ഇതെങ്ങനെ തന്നെ വരും, എന്റെ രോഗം മാറുന്നത് ഇന്ന മരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ലഭിക്കുന്നത് എനിക്ക് പിന്നെ എന്റെ റിസ്ക് ഈ കച്ചവടം കൊണ്ട് മാത്രമാണ്, അത് മാത്രമാക്കുക എന്നുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് ഒരു മുഅ്മിന്റെ നിലപാടുണ്ടാവേണ്ടത്. സലഫുകൾ പറയാറുള്ളത് പോലെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന നമുക്ക് കാണാം, അൽ ഇൽതിഫാതു ഇലൽ അസ്ബാബി ശിർകുൻ ഫി തൗഹീദ്. അസ്ബാബുകളിലേക്ക് മാത്രം തിരിയുക എന്ന് പറഞ്ഞാൽ തൗഹീദിലുള്ള ശിർക്കാണ്. വമഹുൽ അസ്ബാബി അൻ തകൂന അസ്ബാബൻ നഖ്സുൻ ഫിൽ അഖൽ. ഒരു അസ്ബാബിനെ അസ്ബാബായി കാണാതിരിക്കുക എന്നുള്ളത് അവന്റെ അഖലിലുള്ള കുറവാണ്. അൽ ഇഅറാദു മിനൽ അസ്ബാബി ബിൽ കുല്ലിയ ഖദ്ഹുൻ ഫി ശർഅ. അസ്ബാബുകളിൽ പൂർണ്ണമായി തിരിയുക എന്നുള്ളത് ശർഇനെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. അപ്പൊ ഇതിന്റെ മധ്യത്തിലാണ്. സബബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ദുനിയാവിന്റെ നിയമമാണ്. അതായത് വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള നിയമമാണ്. ആ സബബ് സംഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖദർ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ദാഹം മാറാൻ വെള്ളം കുടിക്കുക, അപ്പൊ ആ സബബ് സംഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖദർ സംഭവിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈവാഹിക ബന്ധം, ഒരു സ്ത്രീ പുരുഷ ബന്ധം നടക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ സബബാണ്. ആ സബബ് സംഭവിക്കുമ്പോൾ ഖദർ സംഭവിക്കുന്നു. ഒരാൾ ജനിക്കുക എന്നുള്ള ഖദർ സംഭവിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാര്യങ്ങൾ നടത്താൻ എന്തിന്റെ ആവശ്യമില്ല? സബബുകളുടെ നിർബന്ധിതാവസ്ഥയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു കുട്ടി ഉണ്ടാക്കാൻ എന്താവശ്യമില്ല? ഭാര്യയും ഭർത്താവും ബന്ധപ്പെടണമെന്നോ ഒരു സ്ത്രീയും പുരുഷനും വേണമെന്ന ആവശ്യമില്ല. ഒരാളുടെ വിശപ്പ് മാറ്റാൻ ഭക്ഷണം വേണമെന്ന ആവശ്യമില്ല. ഒരാളുടെ ദാഹം മാറ്റാൻ വെള്ളം വേണമെന്ന ആവശ്യമില്ല. പക്ഷെ എന്താണ്? ദുനിയാവിന്റെ നിയമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കാര്യമാണത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കും. അതിനാണ് നമ്മൾ അല്ലാഹു തആല ഇക്റാം ചെയ്ത കറാമത്തുകൾ എന്ന് പറയുന്നത്. പല ആളുകൾക്കും താബീങ്ങളിലും ഇന്നും അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം പറഞ്ഞ വിഷയം, അസ്ബാബുകളെ ഉപയോഗിക്കൽ ഒരു അടിമ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ അസ്ബാബുകൾ മുഴുവൻ ആശ്രയിക്കാൻ പാടില്ല. അതേ സമയത്ത് അസ്ബാബുകൾ ഒഴിവാക്കി ഖദറിൽ മാത്രം ആശ്രയിക്കാനും പാടില്ല. ഈ രണ്ടിന്റെയും മധ്യത്തിൽ അസ്ബാബുകളെ ഉപയോഗിക്കുകയും എന്നാൽ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വിശ്വസിച്ച് അതിൽ ഉറച്ചിരിക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രോഗം വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ അസ്ബാബുകളുടെ മേലെയും എല്ലാം പോകും. അസ്ബാബ് ഇന്ന ഇത് കഴിച്ചാൽ മാറും, ഇത് കഴിച്ചാൽ മാറും. അവസാനം ഒരു രക്ഷയില്ലെങ്കിൽ അവർ പറയും ഒക്കെ അള്ളാന്റെ വിധിയാണ്. അവസാനത്തിൽ ഒരു അള്ളാന്റെ വിധിയിലേക്ക് ഒരു പോക്കുണ്ട്. തുടക്കത്തിൽ വേണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാണ്. എന്നാൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള, അനുവദിച്ചിട്ടുള്ള, ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചികിത്സകൾ ഹലാലായ രീതിയിൽ ഞാൻ ചെയ്യുന്നു. അത് രണ്ടും തുടക്കത്തിലേ വേണം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടും അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്. അടുത്ത ഹദീസ് 51ാമത്തെ ഹദീസ് ഈ ഖദറിന്റെ ബാബിലെ അവസാനത്തെ ഹദീസാണിത്. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ قال رسول الله صلى الله عليه وسلم പറഞ്ഞു المؤمن القوي خير وأحب إلى الله من المؤمن الضعيف. المؤمن القوي ശക്തനായ വിശ്വാസിയാണ് خير وأحب إلى الله من المؤمن الضعيف. ഉത്തമനും അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടവനും من المؤمن الضعيف ദുർബലനായ വിശ്വാസിയേക്കാൾ. وفي കുല്ലിൻ ഖൈർ, എല്ലാവരിലും എന്തുണ്ട്? ഖൈറുണ്ട്. ഇരുകൂട്ടരിലും ഖൈറുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനെ ആശ്രയിക്കുക, അല്ലാഹുവിനോട് സഹായം തേടുക. വലാ തഅജ്സന്ന, അല്ലെങ്കിൽ വലാ തഅജിസ് ചില റിവായത്തുകളിൽ, നീ ദുർബലനായി പോകരുത്. ഫൈൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ, ഇനി നിനക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ അതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെയാകുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു നീ പറയണ്ട. വലാകിൻ ഖുൽ, പക്ഷെ നീ പറയുക ഖദ്ദറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. വമാ ശാഅ ഫഅല, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഖദ്ദറല്ലാഹ്, അല്ലാഹു ഖദ്ദറാക്കി. വമാ ശാഅ ഫഅല, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നുള്ളത് ശൈത്താനിന്റെ പ്രവർത്തനങ്ങൾക്ക് തുറവി നൽകുന്ന കാര്യമായി മാറും.
ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ചുരുക്കി ഈ ബാബിന്റെ മേഖലയിൽ നമ്മൾ വിശദീകരിക്കുകയാണ്. അൽ മുഅ്മിനുൽ ഖവി, ശക്തനായ വിശ്വാസി കൊണ്ട് ഉദ്ദേശം ഈമാനിലെ ശക്തിയാണ്. ശരീരത്തിന്റെ ശക്തിയും ഉലമാക്കൾ പറയാറുണ്ട്. പക്ഷെ ശരീരത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അസ്ലി ഖൈറല്ല. അവനാ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഖൈറു ഷർറു ആവുന്നത്. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതവന് ഖൈറാണ്. അങ്ങനെയുള്ള ഈമാനി ശക്തിയുള്ള ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇഷ്ടം മുഅ്മിനുൽ ലഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ. വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ രണ്ടിലും എന്തുണ്ട്? ഖൈറുണ്ട്, നന്മയുണ്ട്. അത് ബലാഗയിൽ അറബി ഭാഷയിലുള്ള ഒരു നിയമമാണിത്. ഇഖ്തിറാ എന്ന് പറയും. ഒരു കാര്യം പറഞ്ഞിട്ട് മാറ്റി പറയുന്ന ഒരവസ്ഥ. എന്നിട്ട് പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക. അഥവാ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ദീനാവട്ടെ ദുനിയാവട്ടെ, നമുക്ക് എന്താണ് ഉപകാരമുള്ളത്, അനാവശ്യമായിട്ട് സമയം കളയുന്ന കാര്യങ്ങൾ മുഴുകിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഉപകാരപ്പെടുന്നത് ഏത് കാര്യത്തിലാണ്, നമുക്ക് എന്താണ് ഉപകാരം, അതിൽ നീ താല്പര്യം കാണിക്കുക. ആ താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്കുക. അതിന് മാത്രം നീ നിൽക്കരുത്. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഏതൊരു കാര്യത്തിലും നമുക്ക് എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ട കാര്യം എന്താ അറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിച്ചിട്ട് നമുക്ക് പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇല്ലാതെ ഒന്നും നമുക്ക് പറ്റൂല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. എന്റെ ഒരു ശക്തിയില്ല, എന്റെ ഒരു കഴിവുമില്ല, അങ്ങനെ എന്നെ വസ്ത്രം ധരിപ്പിച്ചവനാണ് ആര്? ഇത് നൽകിയവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭക്ഷണം കഴിച്ചാൽ എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. എന്റെ ഒരു കഴിവും ശക്തിയില്ലാതെ എനിക്ക് ഭക്ഷണം തന്നവനും എനിക്ക് എന്നെ തീറ്റിപ്പിച്ചവനാണ്. ഒരു മനുഷ്യന് ചിന്തിച്ചൂടെ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ വസ്ത്രം ഞാൻ വാങ്ങിയത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നത്? അങ്ങനെയല്ല. എന്തൊക്കെ അവൻ ഉണ്ടെങ്കിലും അതിന്റെ അസ്ൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ ഏറ്റവും നല്ല ഗുണമാണ്. അപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്, നീ ദുർബലനായി പോകരുത്. നീ ദുർബലനായിട്ട്, അഥവാ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ശേഷിയില്ല, ആ നിലക്ക് സംസാരിക്കുന്ന ഒരാളായിട്ട് നീ മാറരുത്. അജിസ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ദുർബലതയാണ്. അതിന്റെ വഖഫിനാണ് അജിസ് എന്ന് പറയാം. ഒരിക്കലും അങ്ങനെ ആവരുത് ഒരു മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുന്ന ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്ത് അവൻ ഏത് കാര്യം ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ മുഴുകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വലഅദ്ദൈനി വഗലബത്തി ദിജാൽ. അതുപോലെ ദുആക്ക് നമുക്ക് കാണാൻ സാധിക്കും. മവാനി വൽ ഖൈറാണ് 8 കാര്യങ്ങൾ പറയാം. ഖൈറിനെ തടയുന്ന കാര്യങ്ങളാണ് 8 എണ്ണം. അതിൽ പെട്ടതാണ് അജിസും കസിലും. അജിസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിലുള്ള ദുർബലത, കസിൽ എന്ന് പറഞ്ഞാൽ ഇറാദത്തിലെ ഒരുത്തന്റെ ഉദ്ദേശത്തിലുള്ള ദുർബലതക്കാണ് കസിൽ എന്ന് പറയാം. നമ്മൾ മടിയെന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു കഴിവുണ്ടാവും, പക്ഷെ എന്തായിരിക്കും, ഒരു ഉദ്ദേശത്തിന് ശക്തി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒന്നും ആവരുത് ഒരു മുഅ്മിൻ. അവന്റെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ട് പറയാണ് ഇവിടെ നമ്മുടെ ഷാഹിദ്, ഫൈൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ, ഇനി നീ ചെയ്തു, നീ ചെയ്യേണ്ടത് ചെയ്തു, നീ അല്ലാഹുവിന് ബലമേൽപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അഥവാ നീ ഉദ്ദേശിച്ച ആഗ്രഹിച്ച കാര്യമല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് സംഭവിച്ചത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത്, ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. അഥവാ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം, ചെയ്യാത്തൊരുത്തന് ഇത് പറയാം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരുത്തൻ പറയാം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അപ്പൊ കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, അള്ളാഹുവിന് ബലമേൽപ്പിച്ചു, അതിനുശേഷവും നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറയരുത്. വലാക്കിൻ, പക്ഷെ നീ പറയേണ്ടത് എന്താണ്? ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, അല്ലാഹു തആല തീരുമാനിച്ചു, അല്ലാഹു തആല ഖദ്ദറാക്കിയതാണത്. മാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിക്കുന്ന അവൻ പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഫൈന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്ന് പറയുന്നത് അഥവാ ചെയ്യേണ്ടത് ചെയ്തിട്ടും പിന്നെയും എങ്കിൽ എന്ന് പറയുന്നത് ശൈത്താനിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുറവി നൽകുന്ന കാര്യമാണ്. ലൗ പറയാനുള്ള ബാബുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അവൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. റവാഹു മുസ്ലിം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമറത്ത്, അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാനിന്റെ സമറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാണ് എന്നുള്ള നിലക്ക് തന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനിന്റെ ശക്തി അവന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം.
അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ള ബാബിലെ ഹദീസുകൾ ഷെയ്ഖ് ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ആകത്തുക നമ്മൾ ഒന്നുകൂടി പറയാണ്. പിന്നെ 3 ദർസുകൾ നമ്മൾ ഖദറിന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദർസ് കേൾക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത് ഇതിനു മുമ്പുള്ള 2 ദർസുകൾ കേൾക്കണം, എന്നാൽ അതിന്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഇതും വളരെ ചുരുക്കിയാണ്, രാജ്യത്തുള്ള പഠനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരു മൊത്തത്തിലുള്ള വിശ്വാസം തന്നെ ധാരാളമാണ് ഖദറിന്റെ വിഷയത്തിൽ. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് അമല് ചെയ്യാനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അത് ചെയ്യുക എന്നുള്ളതാണ്. ഖദറിലുള്ള ഈമാൻ കൊണ്ട് അവൻ നേടിയെടുക്കേണ്ടത് ഏറ്റവും നല്ല സമാധാനവുമാണ്. അപ്പോൾ ഖദറിന്റെ വിശ്വാസത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, ഖദറിലുള്ള ഈമാനിന്റെ അർക്കാനുകൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ഇൽമാണ്, അള്ളാഹുവിന്റെ ഇൽമ് എല്ലാ കാര്യത്തെയും മുൻഗണന്നിട്ടുണ്ട്. അതിൽ വിട്ട് ഒരു കാര്യവും സംഭവിക്കില്ല. എല്ലാ കാര്യത്തിന്റെയും ഇൽമ് അള്ളാഹുവിന്റെ അടുക്കൽ എപ്പോഴും ഉണ്ട്. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കിതാബത്ത്. ആ കിതാബത്ത് കൊണ്ടുള്ള ഉദ്ദേശം പ്രധാനമായും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുൻപുള്ള ലൗഹുൽ മഹ്ഫൂദിലെ രേഖപ്പെടുത്തലാണ്. അതിന് പുറമേയുള്ള രേഖപ്പെടുത്തൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതിന് പുറമേയുള്ള ഖദറിൽപ്പെട്ടതാണ്. ഒന്നാമത്തേത് ലൗഹുൽ മഹ്ഫൂദ്, രണ്ടാമത്തേത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന്, അഥവാ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബിയുടെ മുതുകിൽ നിന്ന് സ്വർഗാവകാശികളും നരകാവകാശിയും തീരുമാനിച്ചത്. മൂന്നാമത്തേത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് 40-ാം ദിവസമോ 45-ാം ദിവസമോ ഒരു മലക്ക് ചെന്നിട്ട് ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത്, ഷഖയ്യും സഈദുമാണോ എന്ന് തീരുമാനിക്കുന്ന ഹദീസ്, ആ എഴുത്ത്, അത് നമ്മൾ പറഞ്ഞു. 4-ാമത്തേത് 120-ാമത്തെ ദിവസം മുളുഗ, മറ്റേ നുത്ഫ എന്നുള്ള അവസ്ഥയിൽ മുളുഗ എന്നുള്ള അവസ്ഥയെ രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങൾ, അവന്റെ അജ്ല്, അമല്, ഷഖിയാണോ സഈദാണോ, അതുപോലെയുള്ള അവന്റെ റിസ്ഖ്, ഈ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. 4-ാമത്തേത് പറഞ്ഞു. 5-ാമത്തേത് എന്താണ്? വർഷത്തിലുള്ള തഖ്ദീർ സനവി അല്ലെങ്കിൽ ഹൗലി എന്ന് പറയുന്ന ലൈലത്തുൽ ഖദറിൽ മലായികത്തുകൾ കൊടുക്കുന്നത്. 6-ാമത്തേത് തഖ്ദീറുൽ യൗമി, ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുമ്പോൾ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇങ്ങനെ 6 ഘട്ടങ്ങളാണ്. ചില പണ്ഡിതന്മാർ ഗർഭപാത്രത്തിൽ നടക്കുന്ന 2ഉം ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് ഒരിക്കലും മാറുകയില്ല, അതിനുശേഷമുള്ള 2 മാറുകയില്ല. ഗർഭപാത്രത്തിൽ 120 ദിവസത്തിലും ഒരു വർഷത്തിലും ഉള്ളത് മലക്കുകൾക്ക് കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഇൽമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല മാറ്റും. അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ, അവന്റെ ദുആകളുടെ അടിസ്ഥാനത്തിലെല്ലാം ആ കാര്യങ്ങളിൽ മാറ്റം വരുത്താം. പക്ഷെ ആ മാറ്റം സംഭവിക്കുമെന്നുള്ളത് ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഖദറിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറഞ്ഞാൽ, നമ്മെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മെ വിട്ടുപോകാനുള്ളതല്ല, നമുക്ക് ബാധിക്കാത്ത ഒരു കാര്യം നമുക്ക് ബാധിക്കാനുള്ളതുമല്ല. അതാണ് ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ട് തന്നെ ഒരു ദുർബലതയും ഇല്ലാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ദീനാവട്ടെ ദുനിയാവട്ടെ, അള്ളാഹുവിന് പരമേൽപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാം. ഖദറിനെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത് വലാലത്താണ്. അസ്ബാബുകളെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത് മറ്റൊരു വലാലത്താണ്. ഇതിന്റെ നടുവിൽ അസ്ബാബുകളെ ഉപയോഗിക്കുകയും എന്നാൽ ഖദറിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ പരമേൽപ്പിച്ച് രണ്ടും ജമ ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഖദറാണ് എന്നുള്ളത് സമാധാനമടയാനും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അങ്ങേയറ്റം കാരുണ്യമുള്ള, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറല്ലാതെ ഒന്നും വിധിക്കില്ല എന്നുള്ള ബോധവും നമുക്ക് അതിലൂടെ ലഭിക്കും. ഇതാണ് ഒരു ഖദറിലെ വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. അപ്പോ നമുക്ക് ജീവിതത്തിൽ ഇതിന്റെ പ്രാവർത്തികമായിട്ടുള്ള വശം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ തെറ്റിപ്പോവുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം? ഇത് ഓർമ്മ വരണം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യം നമ്മൾ ബാധിക്കുക, അപ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരണം. അല്ലാഹു തആല പറഞ്ഞതുപോലെ അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തായിരിക്കും? ഷർറായിരിക്കും. അല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനെ അറിയാം, നിങ്ങൾക്ക് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ബലമേൽപ്പിക്കാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമിന്റെ ഹഖീഖത്തിലെത്താൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ ഖദറുള്ള വിശ്വാസം ഇതുപോലെ നമ്മൾ ഉൾക്കൊള്ളുക. വബില്ലാഹി തൗഫീഖ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ബാബു ദിക്രിൽ മലായികത്തി അലൈഹിമിസ്സലാം വൽ ഈമാൻ ബിഹിം, മലായികത്തുകളെ കുറിച്ച് പിന്നെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അവരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين.